ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു തോരൻ കണ്ടാലോ, ചേനത്തണ്ട് വെച്ചിട്ട്. അപ്പം ഇത് ഞാൻ ഒരു 3-4 ചേനത്തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബോർഡുമ്മ വെച്ചോ കൈയുണ്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചേനത്തണ്ടിൻ്റെ ഒരു 7 മിനിറ്റെങ്കിലും ഒരു വേവ് ഉണ്ടാവും കേട്ടോ. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് വറ്റിച്ചെടുക്കണ വരെയും ആ വേവിൽ കിടന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാനെടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കടുകും ഉള്ളിയും മുളകും കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചേക്കണ ചേനത്തണ്ടും ഒരു ബൗള് പരിപ്പ് വേവിച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ലോ സിമ്മിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് വേവിക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക്ക് പാർത്ത അല്ലെങ്കിലും വെള്ളം ഇറങ്ങണാനും അങ്ങനെ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല, എന്നാലും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചേനത്തണ്ടും പരിപ്പ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കാം, ഇത് വെച്ചിട്ട് നമുക്ക് കറിയാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു തോരൻ കാണിച്ചെന്നുള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പം ബൈ ബൈ, താങ്ക്സ്.